ഒരു കമ്പനിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രൊമോട്ടർക്ക് തന്നെയാണ്. ഇക്കാരണത്താൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉയരുന്നത് പൊതുവെയുള്ള പോസിറ്റീവ് സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. കമ്പനിയുടെ ഭാവിയിലും സ്ഥിരതയിലും പ്രൊമോട്ടർക്കുള്ള വിശ്വാസത്തിന്റെ സൂചന തന്നെയാണിത്. ഇവിടെ കഴിഞ്ഞ വാരം പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിച്ച 4 ഓഹരികളുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓഹരികളുടെ വില ആരംഭിക്കുന്നത് 5.5 രൂപ മുതലാണ്. ആദ്യത്തേത് അപ്ഡേറ്റർ സർവീസ് ആണ്. 1985 ചെന്നൈയിൽ സ്ഥാപിതമായ കമ്പനിയാണിത്. ഇന്ത്യയിലും ആഗോളതലത്തിലും ഇന്റഗ്രേറ്റഡ് ബിസിനസ് സർവീസ് പ്ലാറ്റ്ഫോമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബിസിനസ് സപ്പോർട്ട് സർവീസുകളും നൽകുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ്, ക്ലീനിങ്, പ്രൊഡക്ഷൻ സപ്പോർട്ട്, ഹൈജീൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട്, എംപ്ലോയി വെരിഫിക്കേഷൻ, ലോജിസ്റ്റിക്സ്, സ്റ്റാഫിംഗ്, കാറ്ററിംഗ്, BPO സൊല്യൂഷൻസ് തുടങ്ങിയ സേവനങ്ങളും കമ്പനി നൽകുന്നുണ്ട്. 2025 നവംബർ 12 കമ്പനിയുടെ പ്രൊമോട്ടറായ രഘുനന്ദന ഓഹരി ഒന്നിന് 198 രൂപയ്ക്ക് 9.9 ലക്ഷം ഓഹരികളാണ് വാങ്ങിയത്. നവംബർ 10 ഓഹരി ഒന്നിന് 195 രൂപ നിലയിൽ 70.2 ലക്ഷം രൂപയ്ക്ക് 36,000 ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് അച്യുത് ഹെൽത്ത് കെയർ തന്നെയാണ്. 1996 സ്ഥാപിതമായ കമ്പനിയാണിത്. ഇന്ത്യയിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് നിർമ്മിക്കുകയും ആഗോളതലത്തിൽ കയറ്റുമതി നടത്തുകയും ചെയ്യുകയാണ്. ടാബ്ലറ്റുകൾ, ക്യാപ്സൂളുകൾ, ഓറൽ ലിക്വിഡ്സ്, ഇൻജെക്റ്റിബിൾസ് തുടങ്ങിയവയാണ് കമ്പനി നിർമ്മിക്കുന്നത്. നവംബർ 12 കമ്പനി പ്രൊമോട്ടർ പർച്ചേസ് സംബന്ധിച്ച് എക്സ്ചേഞ്ചുകളിൽ വിവരം നൽകിയിട്ടുണ്ട്. പ്രൊമോട്ടറായ അക്ഷിത് എം റായ്ച HUF ഓഹരി ഒന്നിന് 5.6 രൂപ നിലവാരത്തിൽ 63,000 ഓഹരികളാണ് വാങ്ങിയത്. ഇത്തരത്തിൽ 3.5 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. നവംബർ 10 ഓഹരി ഒന്നിന് 5.7 രൂപയ്ക്ക് 31,500 ഓഹരികൾ 1.79 ലക്ഷം രൂപയ്ക്കും ഇതേ പ്രൊമോട്ടർ സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് ഗ്രീൻ പ്ലൈ ഇൻഡസ്ട്രീസ് ആണ്. 1984 സ്ഥാപിതമായ കമ്പനിയാണിത്. ഇന്ത്യയിലും വിദേശത്തും പ്ലൈവുഡ്, അനുബന്ധ പ്രോഡക്റ്റുകൾ എന്നിവയുടെ ബിസിനസ് ചെയ്യുകയാണ്. ഗ്രീൻ എക്കോടെക്, ഗ്രീൻ പ്ലൈ MD എന്നീ ബ്രാൻഡുകൾ കമ്പനിയുടേതാണ്. നവംബർ 12 കമ്പനി പ്രൊമോട്ടർ പർച്ചേസ് സംബന്ധിച്ച് എക്സ്ചേഞ്ചുകൾക്ക് വിവരം നൽകിയിരിക്കുകയാണ്. പ്രൊമോട്ടറായ കരുണ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഹരി ഒന്നിന് ഏകദേശം 299.60 രൂപ നിലവാരത്തിൽ 33,000 ഓഹരികളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് STEL ഹോൾഡിംഗ്സ് ആണ്. 1990 സ്ഥാപിതമായ കമ്പനിയാണിത്. ഗ്രൂപ്പ് കമ്പനികളുടെ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഓട്ടോ, ടയേഴ്സ് ആൻഡ് റബ്ബർ പ്രോഡക്റ്റുകൾ, ഇലക്ട്രിക് യൂട്ടിലിറ്റീസ്, കാർബൺ ബ്ലാക്ക്, ഫാർമസ്യൂട്ടിക്കൽസ്, FMCG, റീറ്റെയിൽ എന്നിവ ബിസിനസിന്റെ ഭാഗം തന്നെയാണ്. നവംബർ 10-11 കമ്പനി പ്രൊമോട്ടർ അക്വിസിഷൻ സംബന്ധിച്ച് എക്സ്ചേഞ്ചുകളെ അറിയിച്ചിട്ടുണ്ട്. പ്രൊമോട്ടർ ഓഹരി ഒന്നിന് ഏകദേശം 419 രൂപയ്ക്ക് 1,216 ഷെയറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയോളമാണ് ഇതിൽ നിക്ഷേപം വന്നിരിക്കുന്നത്. കൂടാതെ ഇതേ പ്രൊമോട്ടർ ഓഹരി ഒന്നിന് 424 രൂപയ്ക്കും ഓഹരികൾ വാങ്ങിച്ചിട്ടുണ്ട്.